മലപ്പുറം കരുവാരക്കുണ്ടിലെ 14-കാരിയുടെ കൊലപാതകത്തിന് പിന്നിൽ ആൺ സുഹൃത്തിൻ്റെ സംശയരോഗം എന്നാണ് പോലീസ് കാരണമായി പറയുന്നത്. ഇതിൻ്റെ പേരിൽ പെൺകുട്ടിയെ 16-കാരൻ ശകാരിച്ചു. അതിനുശേഷമുണ്ടായ സംഘർഷമൊക്കെ തന്നെയാണ് ഈ ബലാത്കാരത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ എത്തിയത്. ഈ കേസിൽ 16-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അതിൻ്റെ മുന്നിൽ ഹാജരാക്കിയിരുന്നു. ഈ 16-കാരനെ മാറ്റി. 14-കാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ് സംഭവിക്കുക. നാടിനെ നടുക്കിയ കൊലപാതകമാണ് ഇത്. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകും. പറയൂ ഗൂഗിൾ. തീർച്ചയായും നാടിനെ ഒന്നാകെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു ഈ 14-കാരിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. ബലാത്സംഗത്തിന് ശേഷമായിരുന്നു കൊലപാതകം എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വാർത്തയാക്കി മാറ്റിയത്. സുഹൃത്ത് നേരത്തെ തന്നെ പരിചയമുള്ള ആൺ സുഹൃത്തിൻ്റെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായത്. ഈ ആൺ സുഹൃത്തുമായിട്ടുള്ള ബന്ധത്തെ ചൊല്ലി ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് നേരത്തെ പരാതി ഉണ്ടായിരുന്നു. ഇയാളുടെ മോശം അനുഭവം, ഇയാൾ ലഹരിക്കടിമയാണ് എന്നതുൾപ്പെടെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഈ ബന്ധത്തെ പെൺകുട്ടിയുടെ കുടുംബം വിലക്കിയിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു മധ്യസ്ഥത വഹിക്കുകയും തർക്കം തീർപ്പാക്കുകയും ഒക്കെ ചെയ്തതാണ്. അതിനിടയിൽ പെൺകുട്ടി ഇന്നലെ രാവിലെ കാണാതാവുന്നത്. ആ കാണാതായ സമയത്ത് തന്നെ വൈകിട്ടോടുകൂടി പെൺകുട്ടിയുടെ വീട്ടിൽ ഈ പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു വിവരം അറിയുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുന്നു. ആ സമയത്ത് തന്നെ ഈ ആൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ചൂണ്ടിക്കാണിക്കുകയും അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതിനൊടുവിലാണ് ഇപ്പോൾ ഈ ആൺകുട്ടിയെ പിടിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അയാൾ തന്നെയാണ് എവിടെ വെച്ചാണ് കൊലപാതകം നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് വിശദമായ മൊഴിയെടുപ്പിലാണ് എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ച കാര്യം പുറത്തു വന്നിട്ടുള്ളത്. ഈ പെൺകുട്ടിക്ക് മറ്റൊരു സുഹൃത്തുമായി ബന്ധമുണ്ട് എന്ന് സംശയത്തിന്റെ പേരിലാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന വിവരമാണ് ഈ 16-കാരൻ നൽകിയിട്ടുള്ള മൊഴി. അതായത് അത്തരത്തിലൊരു സംഭവമൊന്നുമില്ല, പക്ഷേ ഇയാളുടെ ഈ ആൺകുട്ടിയുടെ സ്വഭാവത്തിൽ ഒരു വർഷത്തിലേറെയായി പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാകുന്നു. പെട്ടെന്ന് പ്രകോപിതനാവുന്നു, ദേഷ്യപ്പെടുന്ന ഒരു പ്രകൃതക്കാരനായി മാറുന്നു. അങ്ങനെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും ഇന്നലെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയോട് ഈ ഇത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുകയാണ്. അതിൻ്റെ പേരിലുണ്ടായിരുന്ന വാക്കുതർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നു. കൂടുതൽ എന്നോട് ഈ രീതിയിൽ പെരുമാറിയാൽ അത് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുമെന്ന് പെൺകുട്ടി പറഞ്ഞതാണ് ഇയാളെ പ്രകോപിപ്പിച്ചതെന്നും പിന്നീട് അത് ബലാത്സംഗത്തിലേക്കും കൊലപാതകത്തിലേക്കും നയിക്കുകയും ചെയ്തു എന്നാണ് ഈ 16-കാരൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി. പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണുള്ളത്. അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 16-കാരനെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുമ്പാകെ ഹാജരാക്കി അയാളെ ഇപ്പോൾ കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും SK നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവരും ഞെട്ടിപ്പിച്ചൊരു കൊലപാതകമാണ്. പെൺകുട്ടിയെ കാണാനില്ല എന്നൊരു വിവരം പുറത്തു വന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്തു നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ടായിരുന്നു. പക്ഷേ അതാകെ തകിടം മറിയുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പെൺകുട്ടിയും ആൺകുട്ടിയും ഒരുമിച്ചുണ്ടായിരുന്നു. പിന്നീട് വൈകിട്ട് 6:30-ക്കും 9 മണിക്കും ഇടയിലുള്ള സമയത്താണ് ഇവർ തമ്മിലൊരു വാക്കുതർക്കം ഉണ്ടാവുകയും അത് ബലാത്സംഗത്തിലേക്കും പിന്നീട് അത് വലിയ ക്രൂരമായൊരു കൊലപാതകത്തിലേക്കും നയിക്കുകയും ചെയ്തിട്ടുള്ള എന്നൊരു വിവരമാണ് പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ പോലീസുമായി ബന്ധപ്പെടുന്ന സമയത്ത് പെൺകുട്ടിയുടെ കഴുത്തിനുൾപ്പെടെ മർദ്ദനമേറ്റ പാടുകൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാവുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിലാകെ പാടുകളുണ്ട്. കൈ രണ്ടും കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു. വളരെ ക്രൂരമായൊരു ബലാത്സംഗമാണ് അവിടെ നടന്നത് എന്നാണ് പ്രാഥമികമായി നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ മറുപടികൾ ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്ന് അല്പസമയത്തിന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്കാൻ ഓക്കെ, സങ്കടകരമായ കാര്യമാണ് ഉണ്ടായത്. 16-കാരൻ 14-കാരിയെ സംശയിക്കുന്നു, എന്നിട്ട് ബലാത്സംഗം ചെയ്യുന്നു, കൊലപ്പെടുത്തുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.